ഹായ് ഡിയേഴ്സ്, സന്തോഷ വാർത്ത. ഹാപ്പി ന്യൂസ് ആണ്. അതുകൊണ്ട് വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, ചില ആൾക്കാർ ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടായിരിക്കും പഠിപ്പിസ്റ്റുകൾക്ക്, സോ കോൾഡ് പഠിപ്പിസ്റ്റുകൾക്ക്. എനിവേ, എന്നെ പോലുള്ള ബാക്ക് ബെഞ്ചേഴ്സിനും ഉഴപ്പന്മാർക്കൊക്കെ നല്ല ഹാപ്പിയാണ്. ഞാൻ ഉഴപ്പനല്ലായിരുന്നു കേട്ടോ, നല്ല പഠിപ്പിസ്റ്റായിരുന്നു. എടാ മക്കളെ, വെൽക്കം ടു ഏക്കൽ ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പസിൽ സാർ. സോഷ്യൽ സയൻസിൽ നമുക്ക് ഒഴിവാക്കാവുന്ന ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ മാർക്ക് വെയിറ്റേജ് വന്നിട്ടുണ്ട്. ഏതൊക്കെ ചാപ്റ്റേഴ്സ് കൂടുതൽ പഠിക്കണം, ഏതൊക്കെ കുറച്ച് പഠിച്ചാൽ മതി, പക്ഷേ എല്ലാം പഠിക്കണം. അതാണ് രസകരമായ കാര്യം. അപ്പോൾ എനിവേ, എന്നാലും കുറച്ച് റിലാക്സേഷൻ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടും. എനിവേ, അവസാനം വരെ വീഡിയോ കാണാം. ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിങ്ങളുടെ ഫുൾ A+ നമ്മുടെ കയ്യിലുണ്ട്, അങ്ങ് തന്നേക്കാം. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോ, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോ. അപ്പം നമുക്ക് തുടങ്ങാം മക്കളെ. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കാണിച്ചു തരാം. നമുക്ക് SS1 ഉണ്ട്. SS1 11 ചാപ്റ്റേഴ്സ് ഉണ്ട്. SS2 10 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇതാണ് നമുക്ക് ഉള്ളത്. ടോട്ടൽ 21 ചാപ്റ്റേഴ്സ്. ഇനി ഞാൻ പറയുന്നു, നിങ്ങൾ 15 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ മതി. ഈ 15 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ തന്നെ മതി. ഈ 15 ചാപ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് 80 മാർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് ഇതിൽ നിന്ന് 6 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഒഴിവാക്കാം. 3 എണ്ണം ഹിസ്റ്ററിയിൽ നിന്ന്, അഥവാ SS1 നിന്ന്, 3 എണ്ണം നമ്മുടെ SS2 നിന്ന് നിങ്ങൾക്ക് ഒഴിവാക്കാം. അത് ഏതൊക്കെയാണെന്നാണ്, ഓപ്ഷണൽ ചാപ്റ്റേഴ്സ് ആണ്, അത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ എനിവേ, ഇത് ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷൻ ആണ്. ഓക്കെ, ലേറ്റസ്റ്റ് ആണ്. ഇത് ഞാൻ കള്ളത്തരം പറയില്ല, പൊള്ളു പറയില്ല, വെറുതെ ചുമ്മാ തള്ളുകയല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. എടാ, നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ഏറ്റവും ആദ്യം എടുക്കുക നമ്മുടെ ഹിസ്റ്ററി, അഥവാ ഹിസ്റ്ററി എന്ന് പറയാൻ പാടില്ല, SS1 എന്ന് പറയാവൂ. SS1 ആണ്. SS1 നിങ്ങൾ ഈ കാണുന്ന 5 ചാപ്റ്റേഴ്സ്, ഇതിന് ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞു തരട്ടോ. ഓക്കെ, ഇത് പബ്ബാഡ് ആണ്. പബ്ബാഡ് എന്ന് വെച്ചാൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയും. അതായത് 3ാമത്തെ ചാപ്റ്റർ, പൊതുഭരണം, 3rd ചാപ്റ്റർ. അതുപോലെ സമരവും സ്വാതന്ത്ര്യവും. ഓക്കെ, ഇത് സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്നുള്ള ഒരു ചാപ്റ്ററാണ്. സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്നുള്ള ചാപ്റ്ററാണ്. ഇത് എത്രാമത്തെ ചാപ്റ്ററാണെന്ന് ചോദിച്ചാൽ എൻ്റെ മക്കൾ പറയും ഇത് 6ാമത്തെ ചാപ്റ്റർ ആണെന്ന് പറയും. 6ാമത്തെ ചാപ്റ്റർ. അതുപോലെ കേരള ടുവേർഡ്സ് മോഡേണിറ്റി, കേരള, അത് പറയുമ്പോൾ തന്നെ കെ എന്ന് എഴുതുന്നുണ്ട്. കേരള ടുവേർഡ്സ് മോഡേണിറ്റി 8ാമത്തെ ചാപ്റ്റർ ആണ്. ഓക്കെ, അതുപോലെ ഒരാളും കൊണ്ടുള്ള സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്നുള്ള ചാപ്റ്റർ ഉണ്ട്. അത് 7ാമത്തെ ചാപ്റ്റർ ആണ്. അവസാനം സോഷ്യോളജി, വാട്ട് വൈ. ഓക്കെ, സമൂഹശാസ്ത്രം, എന്തിന് എന്ത് എന്നൊക്കെ ആ ഒരു 11ാമത്തെ ചാപ്റ്റർ. അപ്പൊ 6, 8, 3, 6, 8, 7, 11 ആ ലിസ്റ്റ് ഞാൻ ഇട്ടുതരാം. 3, 6, 8, 7, 11 കുറിച്ച് വെച്ചോ. ഇത് SS1 നിന്നും നിർബന്ധമായിട്ടും പഠിക്കേണ്ട ചാപ്റ്റേഴ്സാ. നിർബന്ധമായിട്ടും പഠിക്കേണ്ട ചാപ്റ്റേഴ്സ്. അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, സ്ട്രഗിൾ ആൻഡ് ഫ്രീഡത്തിൽ നിന്ന് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, കേരള ടുവേർഡ്സ് മോഡേണിറ്റി 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അതാണ് ഒരു ചടപ്പുള്ളത് പറയാലോ. അത്രയും വലിയൊരു ചാപ്റ്റർ പഠിച്ചിട്ട് 4 മാർക്ക് തരുള്ളൂ എന്ന് പറഞ്ഞാൽ വാട്ട് കോക്കനട്ട് ഈസ് ദിസ്. പക്ഷേ പഠിച്ചേ മതിയോ, മര്യാദക്ക് പഠിക്കാം. അപ്പൊ ഇത് കാരണം നിങ്ങൾക്ക് ചെറിയൊരു പേടി ഉണ്ടാവും, അയ്യോ കുടുങ്ങിയല്ലോ എന്ന്. അല്ല, അടുത്തത് തുറക്കും നിങ്ങൾക്ക് വളരെയധികം ഹാപ്പിയാവും. നോക്കിക്കട്ടോ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിൽ നിന്ന് 4 മാർക്ക് ക്വസ്റ്റ്യൻ. ദ ലാസ്റ്റ് സമൂഹശാസ്ത്രം എന്തിനാണ്, സോഷ്യോളജി, വാട്ട് വൈ, അത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 20 മാർക്ക് അങ്ങനെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് നിർബന്ധമായിട്ടും പഠിക്കേണ്ട, കമ്പൾസറി ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ്, 20 മാർക്ക്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ഓപ്ഷണൽ ചാപ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് തന്നത് ഇനിയാണ് റിലാക്സേഷന്റെ അങ്ങേയറ്റം. ഓക്കെ, നമ്മുടെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. ഓക്കെ, അതായത് റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് എന്നുള്ള 1ാമത്തെ ചാപ്റ്റർ നിങ്ങൾ പാടി പഠിച്ച റഷ്യൻ റെവല്യൂഷനും, ചൈനീസ് റെവല്യൂഷനും, ഫ്രഞ്ച് റെവല്യൂഷൻ, അതുപോലെ അമേരിക്കൻ റെവല്യൂഷനും. കഴിഞ്ഞ വർഷം ചൈനീസ് റെവല്യൂഷനാണ് ചോദിച്ചത്. അപ്പൊ എനിവേ, ഇതെല്ലാം ഉള്ള 1ാമത്തെ ചാപ്റ്റർ. അതുപോലെ നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറൊക്കെ ലോകം 20ാം നൂറ്റാണ്ടിൽ എന്നുള്ള ചാപ്റ്റർ. ഈ 2 ചാപ്റ്ററിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ഓർ ഉണ്ട്. ഓക്കെ, അപ്പൊ ലിസൺ, വേൾഡ് ഇൻ ദ 20th സെഞ്ചുറി, റെവല്യൂഷൻസ്, ഇത് 2ഉം ഓപ്ഷണൽ ചാപ്റ്റേഴ്സ് ആണ്. 6ഉം നമ്മുടെ വേൾഡും, ഇത് 2ഉം ഓപ്ഷണൽ ചാപ്റ്റേഴ്സ് ആണ്. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതെങ്കിലും ഒരു ചാപ്റ്റർ നല്ല പോലെ പഠിച്ചാൽ മതി. ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഓർ ക്വസ്റ്റ്യനെ വരിക. ഫോർ എക്സാമ്പിൾ, അത് എങ്ങനെ വരാമെന്ന് ചോദിച്ചാൽ, ഇപ്പം നിങ്ങളോട് എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ സംതിങ് അബൌട്ട് ഫ്രഞ്ച് റെവല്യൂഷനെ കുറിച്ച് ചോദ്യം ചോദിച്ചു. അതിനിടയിൽ ഓർ ഇട്ടിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ടായിരിക്കും. അത് നമ്മുടെ സെക്കൻഡ് വേൾഡ് വാറുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഒരു പക്ഷേ. അതിനർത്ഥം എന്താണെന്ന് അറിയാം, ഇത് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഒന്നെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിലെ ഉത്തരം, അല്ലെങ്കിൽ സെക്കൻഡ് ചാപ്റ്ററിലെ. ഒന്ന് ഒഴിവാക്കാം എന്നാണ് അതിനർത്ഥം. അപ്പൊ നിങ്ങൾ സെക്കൻഡ് ചാപ്റ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങളുടെ ചോയ്സ് ആണ്, ഏത് വേണേൽ നിങ്ങൾക്ക് പഠിക്കാം. അടുത്തത് ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ
ആൻഡ് എന്താ പറയുക ചെറുത്തു നിൽപ്പ്, ബ്രിട്ടീഷ് ചൂഷണവും ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ചാപ്റ്റർ അതും പിന്നെ നമ്മുടെ സംസ്കാരവും. എടാ ആശാന ഹിസ്റ്ററി കുറച്ച് വീക്കാ. ഓക്കെ, യെസ്, നമ്മൾ ഫിസിക്സ് പിന്നെയും പഠിപ്പിക്കത്തുള്ളൂ, അത് രസകരമായ കാര്യം. സംസ്കാരവും ദേശീയത, കൾച്ചർ ആൻഡ് നാഷണലിസം എന്നുള്ള ചാപ്റ്റർ ഉണ്ട്, അതെനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം 1-2 ഓപ്ഷണൽ ചാപ്റ്റേഴ്സ് നമുക്ക് മനസ്സിലായി, ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. അതുപോലെ നമ്മുടെ അടുത്ത ഓപ്ഷണൽ ചാപ്റ്റേഴ്സ് ഏതാ നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഏതാണ് അടുത്ത ഓപ്ഷണൽ ചാപ്റ്റേഴ്സ്? നമ്മുടെ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ്റെ ചാപ്റ്ററിലെ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ. ഇനി നമുക്കറിയാം നാലാമത്തെ ചാപ്റ്ററാണത്. 5ാമത്തെ ചാപ്റ്ററാണ് കൾച്ചർ ആൻഡ് നാഷണലിസം. ഇത് രണ്ടിൽ നിന്നും നമുക്ക് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരും. എത്ര മാർക്കാ? 6 മാർക്ക്. ആ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരിക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? ഇതിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരിക്കും, 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 5ാമത്തെ ചാപ്റ്ററിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അതായത് ഇതിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഓപ്ഷൻസ് പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ഓർ ആയിരിക്കും, ഓർ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരിക. സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഓക്കെ, അതും കിട്ടി. അടുത്തത് രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും, സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ള ചാപ്റ്റർ ഉണ്ട്. 9ാമത്തെ ചാപ്റ്റർ ആണിത്. അതുപോലെ സിവിക് കോൺഷ്യസ്നസ്, പൗരബോധം, ഒരു പൗരന്റെ ധർമ്മങ്ങളൊക്കെ പറയുന്നത്, 10ാമത്തെ ചാപ്റ്റർ. രണ്ടും തമ്മിൽ ഓപ്ഷണൽ ചാപ്റ്റേഴ്സ് ആണ്. അതിൽ നിന്ന് നമുക്കറിയാം എത്ര മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ജിങ്കാലാല. ഓക്കെ, അപ്പൊ എൻ്റെ മക്കൾ ആലോചിക്കേണ്ടത് ഈ 8 മാർക്ക് എങ്ങനെയാണ് വരിക എന്ന് ചോദിച്ചാൽ, വരിക സാഹചര്യം എങ്ങനെ വരിക എന്ന് ചോദിച്ചാൽ ഓർ ക്വസ്റ്റ്യൻസ് ആണ്. എങ്ങനെയാ സാർ ഓർ ക്വസ്റ്റ്യൻസ് വരിക? സോ സിമ്പിൾ. ഓർ ക്വസ്റ്റ്യൻസ് വരുന്ന കാര്യം സിമ്പിൾ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞു, 9ൽ നിന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ അതേപോലെ 10ൽ നിന്നും ചോദ്യം ഉണ്ടായിരിക്കും. രണ്ടിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഹാപ്പി അല്ലേ? അപ്പൊ നമുക്ക് ഈ പറഞ്ഞ 1, 2 ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. 4, 5 അതിലേതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. 9, 10 അതിലേതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. എന്തിന്റെ കാര്യമാണ് പറയുന്നത്? SS1ന്റെ കാര്യമാണ് പറയുന്നത്. സർ SS2ലില്ലേ? SS2ൽ ഉണ്ട്, പണിയുണ്ട്, നോക്കാം. നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് 4 ചാപ്റ്റേഴ്സ് ആണ്. 3 നമുക്ക് ഒഴിവാക്കാം, 3 കൂടെ പഠിക്കണം. നമുക്ക് നോക്കാം എങ്ങനെയാ വരുന്നത്. SS2ൽ ടോട്ടൽ 10 ചാപ്റ്റേഴ്സ് ആണുള്ളത്, നമുക്കറിയാം. മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ, 3ാമത്തെ ചാപ്റ്റർ ആണ് അല്ലെ, 3rd ചാപ്റ്റർ ആണ്. അതുപോലെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം, അതായത് റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ എന്നുള്ള 8ാമത്തെ ചാപ്റ്റർ, 8th ചാപ്റ്റർ, റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ. വൈവിധ്യങ്ങളുടെ ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി, ഇത് റിസോഴ്സ്, അതുപോലെ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ്. ഓക്കെ, യെസ്. അതുപോലെ ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണം, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള ചാപ്റ്റർ, കൺസ്യൂമർ. ഓക്കെ, ലാസ്റ്റ് ചാപ്റ്റർ 11ാമത്തെ ചാപ്റ്റർ, 10ാമത്തെ ചാപ്റ്റർ. ഓക്കെ, 10th ചാപ്റ്റർ. ഈ 4 ചാപ്റ്റേഴ്സ് നിർബന്ധമായിട്ട് നമ്മൾ പഠിക്കണം. അതിൽ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിൽ നിന്ന് വരും. കഴിഞ്ഞ വർഷം 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അതിൽ നിന്നുണ്ടായിരുന്നു, ഇപ്പം അതില്ല. ലിസൺ 8 ആണെന്ന് തോന്നുന്നു. ഓക്കെ, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം, റിസോഴ്സ് ഡെവലപ്മെന്റിൽ നിന്ന് വരും. അതുപോലെ റിസോഴ്സിൽ നിന്ന് വരും. അതുപോലെ വൈവിധ്യങ്ങളുടെ ഇന്ത്യയിൽ നിന്ന്, ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരും. ഈ 5 മാർക്ക് എങ്ങനെ വരേച്ച 4+1, ഇതെങ്ങനെ വരേച്ച 4+3. ഈ 3, 1 ടോട്ടൽ 4 മാർക്ക് മാപ്പുമായി ബന്ധപ്പെട്ടിട്ട് വരാം. മാപ്പ് മാർക്കിംഗ് അറിയായിരിക്കും, മാപ്പ് മാർക്കിംഗ്. ഓക്കെ, 4 മാർക്കിന് ഓരോ ക്വസ്റ്റിന്റെ കൂടെ 3 മാർക്ക് മാപ്പായിട്ട് ഇപ്പോഴത്തെ 1 മാർക്ക് മാപ്പ്, ടോട്ടൽ 4 മാർക്ക്. അത് ഏതൊക്കെയെന്ന് ഞാനിങ്ങനെ പ്രഡിക്റ്റ് ചെയ്ത് തരും. എങ്ങനെ വരും? നോട്ട് ചെയ്താണ്ട് ഇട്ട് തരും. അത് മാത്രമേ വരുള്ളൂ, വേറെ ഒന്നുമേ വരില്ല എന്ന് പറയാൻ വരില്ല. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ലാസ്റ്റ് അവസാനത്തെ ചാപ്റ്ററിൽ 4 മാർക്ക് പ്രതീക്ഷിക്കാം. ടോട്ടൽ എത്രയായി? 20 മാർക്ക്. ടോട്ടൽ 20 മാർക്സ്. ഇത് നിങ്ങളെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എളുപ്പമാണത്. ഓക്കെ, എളുപ്പത്തിലെല്ലാം പഠിച്ചെടുക്കാം. 7 മാർക്കാണ്, അല്ലെങ്കിൽ ടോട്ടൽ 7+5 12 മാർക്കാണ് നമ്മുടെ 7ാമത്തെയും 8ാമത്തെയും ചാപ്റ്ററിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത്. 12 മാർക്ക്. അതില്ലാണ്ട് A+ ഉണ്ടാവില്ല എന്നർത്ഥം. അതില്ലാതെ A+ ഇല്ല. ഓക്കെ, കഴിയും. നെക്സ്റ്റ് നമ്മുടെ ഓർ ചാപ്റ്റേഴ്സ്. 1ാമത്തത് ഋതുഭേദങ്ങളും സമയവും, കാറ്റിന്റെ ഉറവിടം തേടി. ഇതിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. അതായത് സീസൺസ് ആൻഡ് ടൈം ഇൻ സെർച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് വിൻഡ്. നമ്മുടെ വിൻഡ് എന്ന് എഴുതാം, കാറ്റ്. 1ാമത്തെയും 2ാമത്തെയും ചാപ്റ്റേഴ്സ് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരും. 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്ററിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, അടുത്ത ഓപ്ഷണൽ ചാപ്റ്റേഴ്സ് ആയിട്ട് വരുന്നത് നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ ഉണ്ട്. 5ാമത്തെ ഏതാ? പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ ആൻഡ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഇതിൽ നമുക്ക് ഓപ്ഷൻ ആയിട്ട് വരുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സർവീസസ്, ബാങ്കിങ്, RBI നമ്മുടെ 9ാമത്തെ ചാപ്റ്ററാണ്. 5ഉം 9ഉം തമ്മിലാണ് ഓറായിട്ട് വന്നത്.
അപ്പോൾ നമ്മൾ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 5ാമത്തെ ചാപ്റ്ററാണ് എല്ലാവരും പ്രിഫർ ചെയ്യുക. കാരണം 5 എളുപ്പമുള്ള ചാപ്റ്ററാണ്, നമ്മൾ ഹാഫ് ഇയർലി എക്സാമിന് പഠിച്ചതാണ്, അതാണ് പ്രിഫർ ചെയ്യുക. ഇത് ഞാൻ പറയും, ഇത് പഠിക്കേണ്ട എന്ന് തന്നെ പറയും. ഈ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നുള്ള ചാപ്റ്റർ നമ്മൾ ഇനി പഠിക്കേണ്ട എന്ന് ഞാൻ പറയും. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ലെറ്റസ് ലീവ്, നമുക്കത് വിടാം. ഓക്കെ, ഈ സഭ ഈ ചാപ്റ്റർ നമുക്ക് പഠിക്കണം. 8 മാർക്ക് ആ ചാപ്റ്റർ നമുക്ക് തരും. ഇത് ഓറാണ്, 1ഉം 2ഉം നമുക്ക് ഓറാണ്. അത് നമുക്ക് നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് എളുപ്പമുള്ള ചാപ്റ്റർ എടുത്തു. ഞാൻ 5ൻ്റെയും 9ൻ്റെയും കേസ് എന്നോട് ചോദിച്ചാൽ ഏതെടുക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായാലും 5ൻ്റെ പിറകെ പോളൂ, നിങ്ങളും 5ൽ എടുക്കുള്ളൂ. എനിക്ക് ഉറപ്പാണ് 5ാമത്തെ ചാപ്റ്റർ നമ്മുടെ പബ്ലിക് എക്സ്പെൻഡിച്ചർ നമ്മൾ എടുക്കത്തുള്ളൂ. ഓക്കെ, അടുത്തത് ആകാശ കണ്ണുകളും അറിവിൻ്റെ വിശകലനവും, ഐ ഇൻ ദ സ്കൈ ആൻഡ് അനാലിസിസ് ഓഫ് ഇൻഫർമേഷൻ, ഡാറ്റ അനാലിസിസ് രണ്ടും പറയാറുണ്ട്. അത് നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ ആണത്. അടുത്തത് ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്പ്, ഇത് നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ. 4ഉം 6ഉം തമ്മിലാണ്. ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ 4 മാർക്ക് അവിടെ നിന്ന് കിട്ടും. ഇതിൽ ഏത് ചാപ്റ്റർ എടുക്കണം എന്ന് ചോദിച്ചാൽ ഐ പ്രിഫർ നമ്മുടെ 4th ചാപ്റ്റർ. കാരണം ഇത് കുറച്ചുകൂടി എളുപ്പമാണ് പഠിക്കാൻ, എളുപ്പത്തിൽ മാർക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ എളുപ്പം മീൻസ് കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ പഠിക്കാവുന്നതാണ്. ഇതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. ഓക്കെ, എല്ലാം കലാകാരൻ്റെ സ്വാതന്ത്ര്യത്തിന് ഞാൻ വിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് 4 മാർക്ക് കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് 1 or 2, 1 or 2, 1 അല്ലെങ്കിൽ 1 or 2 നമുക്ക് പഠിക്കാം. അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ടത് 5 അല്ലെങ്കിൽ 9 ഞാൻ അപ്പോഴേ ഞാൻ വെട്ടി. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് 4 അല്ലെങ്കിൽ 6 ആണ്. 4 അല്ലെങ്കിൽ 6. അതിൽ നമുക്ക് ഏതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് 4 ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 6 എടുക്കാം. ഓക്കെ, അപ് ടു യു. അപ്പോൾ നോക്കൂ, നമുക്ക് വളരെ ഹാപ്പിയാണ്. ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് കുറച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഹിസ്റ്ററിയിൽ നിന്ന് 3 ചാപ്റ്റേഴ്സ് നമുക്ക് വെട്ടാം, 3 ചാപ്റ്റേഴ്സ് ജോഗ്രഫിയിൽ നിന്ന് വെട്ടാം. അപ്പോൾ 21 - 6 ടോട്ടൽ 15 ചാപ്റ്റേഴ്സ് ഓൺലി. സർ, എഴുകളെല്ലാം പഠിപ്പിക്കുമോ? എഴുകളിൽ എന്തെല്ലാം ഉണ്ടായിരിക്കും? എഴുകളിൽ എല്ലാം ഉണ്ടായിരിക്കും. എല്ലാ ക്ലാസ്സിലും എടുത്തരും. അതിനനുസരിച്ച് ഇതിനൊക്കെ വ്യക്തമായ പ്ലാൻ ഇട്ടിട്ടേ ഞങ്ങൾ ക്ലാസ് മുന്നോട്ട് കൊണ്ടുള്ളൂ. ഞാനും മത്സൽ സാർ, മേധു സാർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. കാട്ടാ വെയിറ്റിംഗ്, വി ആർ വെയിറ്റിംഗ്. ഓക്കെ, അപ്പോൾ എനിവേ എഴുകേണ്ട ഫ്രീ ബാച്ചിലൊക്കെ വേഗം പോയി അഡ്മിഷൻ എടുക്കുക. അതിനനുസരിച്ച് ക്ലാസ്സിലൊക്കെ അവിടെ മുന്നോട്ട് പോകുന്നുണ്ട്. സോ ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ്. ഓക്കെ, ഇവിടെ ഫോക്കസ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. ഇപ്പോൾ തൽക്കാലം മത്സൽ സാർ പോകുന്നു. മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തോ, ക്ലാസ് ഗ്രൂപ്പിലേക്ക് കേട്ടോ, ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്ത് പറഞ്ഞോളൂ, ടീച്ചറോടൊക്കെ പറഞ്ഞോളൂ. ഈ ടീച്ചർമാരോടൊക്കെ ഇത് കൺഫേം ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിവേ ഇത് ഒതൻറ്റിക് ആണ്, 100% ജെന്യൂൻ ആണ്. അപ്പം താങ്ക് യു, ബൈ, സീ യു.